ലാവോസിലെ കർഷകൻ്റെ ബിസിനസ് ബുദ്ധി. തെക്ക് കിഴക്കൻ രാജ്യങ്ങളായ തായ്ലൻഡിൽ നിന്നും ലാവോസിലേക്ക് ഫ്ലൈറ്റിലാണ് യാത്ര ആദ്യം പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയ്ക്കായി ട്രെയിനിലാണ് തലസ്ഥാനമായ വിയാഞ്ചനിലേക്ക് യാത്ര ചെയ്തത്. ഒറ്റനോട്ടത്തിൽ കേരളം എന്ന് തന്നെ തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ പ്രകൃതി. വീടുകളുടെ മേൽക്കൂരകൾക്ക് മാത്രമാണ് കാര്യമായ എന്തെങ്കിലും വ്യത്യാസം എനിക്ക് തോന്നിയത്. വിയാഞ്ചനിൽ നിന്ന് എങ്ങോട്ടേക്ക് യാത്ര ചെയ്യണമെന്ന് മുൻകൂട്ടി ഒരു പ്ലാനും ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് ലുബാങ് പ്രവാങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് 10-11 മണിക്കൂറെടുത്തു അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക്. എത്തിയത് ഒരവധി ദിവസമായ ഞായറാഴ്ച വൈകുന്നേരമായതുകൊണ്ട് ഒരു മുറി കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു. പിറ്റേ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനായ കുവാങ്സി വെള്ളച്ചാട്ടം കാണാനായി പുറപ്പെട്ടു. ഞാൻ നമ്മുടെ നാട്ടിലെ എയ്സ് പോലെ ഒരു വണ്ടിയിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ മടക്കയാത്രയിലാകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഇതാണ് കുവാങ്സി വെള്ളച്ചാട്ടം. കുവാങ്സി വെള്ളച്ചാട്ടം കാണിക്കാനല്ല ഈ വീഡിയോ. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കാര്യം കാണിക്കാനാണ് ഈ വീഡിയോ. നെൽവയലുകൾക്ക് മുകളിൽ കൃഷിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ ചില ഹോട്ടലുകൾ, പാടത്തിന് നടുക്കുകൂടി നടപ്പാത നിർമ്മിച്ച് ഹട്ടുകൾ. പാടത്തിന് നടുവിലൂടെയുള്ള തട്ടിലൂടെ നടന്നു പോയപ്പോൾ ഹട്ടുകളിലിരുന്ന് ചിലർ ആഹാരം കഴിക്കുന്നു. അവരുടെ ബിസിനസ് മൈൻഡിനോട് എനിക്ക് വല്ലാതെ ബഹുമാനം തോന്നുന്നു. കുട്ടനാട്ടിലും പാലക്കാടിലുമൊക്കെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്കെന്തേ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. ഈ കാഴ്ചകൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഐഡിയയായി വളരട്ടെ എന്നാശംസിക്കുന്നു.